ദീപ്തീസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു 3 ടീസ്പൂൺ ഓട്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓട്സിന് മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു 15 മിനിറ്റ് നമുക്കിതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഓട്സിൻ്റെ സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടത്. ഇത് നമ്മൾ ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഓട്സ് ആണ്. 3 ടീസ്പൂൺ ഓട്സ്, ഇത് ഒരു 4-5 ഡേറ്റ്സ്, അതുപോലെ തന്നെ ഒരു റോബസ്റ്റാ പഴം, ഇതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ബദാമാണ്. ഒരു 5-6 ബദാം എടുക്കാം. ഇത് ചിയാ സീഡ്, ഇതിൽ നിന്നും ഒരു അല്പം ചിയാ സീഡ് ഇട്ട് കൊടുക്കാം. ഇത് പാല്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം നമുക്ക് ഈ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, റോബസ്റ്റാ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ ഡേറ്റ്സ് ആണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം, ഈ ബദാമിന് പകരം കാഷ്യൂനട്ടോ ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചിയാ സീഡ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ഫ്ലേക്സ് സീഡ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാല് ഒരു ഗ്ലാസ് പാല്, ഒരു കപ്പ് പാലാണ് അതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്മൂത്തി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്സ് സ്മൂത്തി. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് സ്മൂത്തി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു കുഴപ്പമില്ല. എല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.